ആയിട്ടുള്ള ലിസ്റ്റായിട്ട് ബിഗ് ബോസ് വന്നിരിക്കുകയാണ്. നമ്മുടെ നോമിനേഷൻ ആകെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ കൂട്ടിത്തിരിഞ്ഞ് കിടക്കുവാണ്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ നൂറേനെ ആർക്കും നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം കിരീട യുദ്ധം എന്ന് പറയുന്ന ടാസ്കിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൂറേനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പറയുന്നു. പിന്നീട് നൂറയ്ക്ക് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളത് ആര്യനെയാണ്. ആര്യൻ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കുന്നില്ല. അതേപോലെ തന്നെ ജിസയിലിന്റെ ഒരു ഷെയ്ഡായിട്ടാണ് എപ്പോഴും നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നീട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്റ്റൻ ഡയറക്റ്റ്ലി നോമിനേഷനോട്ട് വരും. ക്യാപ്റ്റൻ പ്രത്യേകമായിട്ടുള്ള പവറൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനും ഈ തവണ പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല ക്യാപ്റ്റൻ ആകുന്ന ആൾക്കാർക്കാണെങ്കിലും. അതെന്തായാലും വലിയ രീതിയിൽ തന്നെയുള്ള ഒരു അടിയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജിഷിൻ നമ്മുടെ ആ ഒരു വൈൽഡ് കാർഡുകളുടെ ആ ഒരു തിരക്കഥ ടാസ്കിൽ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിഷിൻ വിജയിക്കുകയും ബാക്കിയുള്ള 4 മത്സരാർത്ഥികളും ഡയറക്റ്റ്ലി നോമിനേഷനിലോട്ട് വന്നിട്ടുണ്ട്. ജിഷിൻ നോമിനേഷൻ ഫ്രീ ആണ്. പിന്നീട് നോക്കുവാണെങ്കിൽ അനീഷിന്റെ നോമിനേഷൻ ഈ ഒരു സീസണിൽ കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അനീഷിനും ഇത്തവണ ആരെയും നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല.